ഹായ് വിവേഴ്സ്, ഗോബൂസ് കിച്ചൺ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കേരള ക്ഷത്രിയ ക്ഷേമ സഭ 41ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ചെമ്പ്രോൽ കൊട്ടാരത്തിൽ വെച്ച് നടന്ന ഈ സമ്മേളനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. അനേകം ആളുകളുടെ ഒരു സംഗമമായിരുന്നു ഇത്. എല്ലാവർക്കും പരസ്പരം കാണുവാനും ആശയവിനിമയത്തിനുമുള്ള ഒരു വേദിയായി മാറി. പ്രഭാത ഭക്ഷണ സമയം. സമ്മേളനത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സഭയിലെ വിവിധ യൂണിറ്റുകളിലെ അംഗങ്ങളുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെയും മറ്റ് പല വസ്തുക്കളും വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ഹെർ ഹൈനസ് ഗൗരി പാർവതിബായി തമ്പുരാട്ടിയുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. ചെമ്പ്രോൽ കൊട്ടാരത്തിന്റെ ദേവാരമൂർത്തിയായ ശ്രീരാമസ്വാമിയുടെ ദർശനത്തിനായിട്ട് പോകുന്നു. ഹിന്ദുജനങ്ങളോട് കുശലാന്വേഷണത്തിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായിട്ട് പോകുന്നു. ഏകാദശിക്കാർക്ക് പ്രത്യേകമായിട്ടുള്ള ഗോതമ്പ് ഉപ്പുമാവും അങ്ങനെയുള്ള അറേഞ്ച്മെന്റ് എല്ലാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പരിപാടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സദസ്സ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമ്മേളനം തുടങ്ങുന്നതിന്റെ മുന്നോടിയായി വിശിഷ്ടാതിഥികളെ സ്റ്റേജിലേക്ക് ആനയിക്കുന്നു. തിരുവിതാംകൂറിന്റെ മകനായ ഈ കൊട്ടാരത്തിന്റെ മരുമകൾ കൂടിയാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലായി സർവവിജ്ഞാനകോശം കമ്മിറ്റി അംഗമാണ് ഡോക്ടർ എഴുമ്പറ്റൂർ രാജരാജവർമ്മ. അദ്ദേഹത്തെയും സൂര്യകുമാർ വർമ്മ. എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ നമസ്കാരം. എല്ലാവർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ
ആദ്യമേ നേരുന്നു. കുലധർമ്മമാണ് എന്ന് കരുതുന്നവരാണ് 24 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂട്ടായ്മയാണ് ക്ഷത്രിയ ക്ഷേമ സഭ. നിറഞ്ഞ സദസ്സിന്റെ ഒരു ദൃശ്യം. സമ്മേളനവും പൊതുയോഗവും ഇന്ന് ഇവിടെ നടക്കുകയാണ്. പുരാതനവും പ്രശസ്തവും ഒട്ടനവധി ലളിതാംബിക ആണ്. നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരിയായ മണിച്ചേച്ചിയാണ് ഇന്നത്തെ സഭയുടെ പ്രസിഡന്റും ഇന്നത്തെ അധ്യക്ഷയും. ഏതെങ്കിലും ഒരു സമാന സമുദായ സംഘടനയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന വനിതാ പ്രസിഡന്റ് വരുന്നത് ക്ഷത്രിയ ക്ഷേമ സഭയിലാണ് എന്ന് നമുക്കേവർക്കും എന്നുള്ള കാര്യം നമുക്കേവർക്കും അഭിമാനകരമാണ്. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായി നിലകൊള്ളുന്ന പ്രായം ഒരു നമ്പർ മാത്രമാണ് എന്ന് കാണിച്ചു തരുന്ന ഡോക്ടർ ലളിതാംബിക മണിച്ചേച്ചിയെ വലിയ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാല് പലരും പറഞ്ഞു നമ്മുടെ കൊട്ടാരത്തിന്റെ മരുമകളായിട്ടുള്ള പോയി അതിന് ക്ഷത്രിയ ക്ഷേമ സഭ യോജിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം അത് നമ്മൾ ഹൃദയപൂർവ്വം വളരെ വലിയ സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കുകയായിരുന്നു. മുതിർന്ന അംഗങ്ങൾ എല്ലാവരും തന്നെ ഓരോരുത്തരുടെയും പേരിനും ഒരുപാട് പേരെ ഞാൻ വിട്ടുപോയി, പേര് പറയാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ മുതിർന്ന അംഗങ്ങൾ എല്ലാവരും തന്നെ പൂർണ്ണ മനസ്സോടെ സമ്മതവും ആശീർവാദവും അനുഗ്രഹവും ഒക്കെ തന്നാണ് നമ്മൾ ഈ ക്ഷത്രിയ ക്ഷേമ സഭ ഇവിടെ നമ്മളുടെ ആക്ടിവിറ്റി ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ തന്നെ ഒരു 3 മാസം മുമ്പാണ് ഞങ്ങൾ തീരുമാനിച്ചത്. മാത്രം നമ്മളിപ്പോ കൂടെ ഇരുന്ന് തീരുമാനിച്ചതാണ് ഇവിടെ വെച്ച് നടത്താം, നമുക്ക് പറ്റുന്ന കൊച്ചു കൊച്ചു റിപ്പയറൊക്കെ നടത്തിയിട്ട് ഇവിടെ വെച്ച് തന്നെ നടത്താം എന്ന് പറഞ്ഞ് തീരുമാനിച്ചു. എല്ലാവരും അതിനോട് യോജിക്കുകയും ചെയ്തു. അത് ഇന്ന് സാധ്യമാവുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എല്ലാവരും ഈ മുതിർന്ന അംഗങ്ങൾ എല്ലാവരും നമുക്ക് സന്തോഷപൂർവ്വം സമ്മതം തന്നിട്ടുണ്ട്. എന്നിരിക്കലും നമുക്ക് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാനുണ്ട്. ഒന്ന് വിൻഡോ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വർക്ക് ഉണ്ട്. പിന്നെ എങ്ങനെ ഇവിടെ എന്തൊക്കെ പ്രോജക്റ്റുകളാണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ക്ഷത്രിയ ക്ഷേമ സഭ തന്നെ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും. യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഹെർ ഹൈനസ് നിർവഹിച്ചു. ഈ യോഗത്തിന്റെ അധ്യക്ഷയായ ഡോക്ടർ ലളിതാംബികയും എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുമ്പിൽ കാണുന്ന എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വാസ്തവത്തിൽ എന്നെ ഒരു അതിഥിയായിട്ട് ഇവിടെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ മുറ്റത്ത് എൻ്റെ 18ാമത്തെ വയസ്സ് തൊട്ട് ഓടി നടന്ന് ഈ നടപ്പരയുടെ തിണ്ണയിലിരുന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ കളിച്ച് നടന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു അതിഥിയായിട്ട് വരിക എന്ന് പറയുമ്പോൾ അതിൽ എന്തോ ഒരു സന്തോഷവും ഒരു വിഷമവും. പിന്നെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാം നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ സ്വന്തം ആൾക്കാര്. ഒരു ചെറിയ വിഭാഗമാണ് ഇന്ന് ക്ഷത്രിയരെന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പരം കണ്ടിട്ടേ ഇല്ലായിരിക്കും. ചിലരൊന്ന് പറയുന്നുണ്ട് ഞാൻ ഇന്ന പോലത്തെയാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും, എങ്കിലും ഇത് നമ്മുടെ ഒരാളാണ് എന്നുള്ള ആ ഒരു കണക്ട് നമുക്ക് ഉടൻ തന്നെ തോന്നും. ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഒരാളെ കാണുമ്പോൾ അടുത്തതായി മുഖ്യ പ്രഭാഷണം ഡോക്ടർ എഴിമറ്റൂർ രാജരാജവർമ്മ.
ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. 41-ാം അംഗങ്ങളെല്ലാം ചേർന്ന് തമ്പുരാട്ടിയെ യാത്രയയക്കുന്നു. എന്നെ ക്ഷണിച്ചത് ഒരു ബഹുമതിയായി ഈ ഹരിപ്പാടിന്റെ മണ്ണിൽ ചരിത്ര വസ്തുതകളുടെ ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ അറിയാൻ. മലയാളം ഉള്ളിടത്തോളം കാലം മരണമില്ലാത്ത മയൂര സന്ദേശം ഹരിഗീതപുരം ലക്ഷ്മീപുരത്തിന്റെ ശാഖകളായ അനന്തപുരം കൊട്ടാരത്തിന്റെയും ചെമ്പകം കൊട്ടാരത്തിന്റെയും ആസ്ഥാന സ്ഥലം. ആ ഒരു പുണ്യഭൂമിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നത് ധന്യതയോടെ ഓർക്കുക. നമ്മുടെ ചില കുടുംബങ്ങൾക്ക് ജാതി മത ഭേദമന്യേ റിയാക്ടറുടെ സേവനം നമ്മൾ സമൂഹത്തിലെത്തിക്കുന്നു. ഹോസ്റ്റൽ ഫീസ് റിയാക്ടറാണ്. ചന്ദ്രിക കേരളവർമ്മ എൻഡോവ്മെന്റ് പ്രൈസ്. ശ്രീ അനിൽ വർമ്മ അവാർഡ് ദാനങ്ങൾ, ആദരവുകൾ. വർമ്മയ്ക്ക് വേണ്ടി അജിത് വർമ്മ പൊന്നാട സ്വീകരിക്കുന്നു. യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട വെച്ച് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജേതാക്കളായ വെള്ളാരപ്പള്ളി ടീമിന്റെ ആഹ്ലാദ പ്രകടനം. ക്ഷത്രിയ ക്ഷേമസഭ 41-ാം സംസ്ഥാന സമ്മേളനം ചെമ്പകം കൊട്ടാരം ഹരിപ്പാട് സംഖ്യ വന്നിട്ടുള്ളവരുടെ അനുസരിച്ചുള്ള കോപ്പികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചർച്ചകൾക്കുള്ള സമയമാണ്. വിനീതമായ നമസ്കാരം. ഞാൻ സുരേഷ് വർമ്മ. ഞാൻ കൃഷ്ണപുരത്താണ്, പൂരത്തു നിന്നാണ്. ഇലാത്തറ യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. തൃശ്ശൂർ യൂണിറ്റ് വളരെ പഴക്കം ചെന്ന യൂണിറ്റാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ചെമ്പകം കൊട്ടാരം ഏറ്റെടുത്തതിനെ പറ്റിയോ ഭാവിയിൽ അതിന്റെ ഭാവിയെ പറ്റിയോ ഒന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. അതിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായി നടക്കട്ടെ. അതിൽ നിന്നൊരു നയാ പൈസ പോലും ക്ഷത്രിയ സഭയ്ക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ മൂലധന സമാഹരണം എന്ന് പറയുന്നത് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു പ്രതിഭാസമായി ചിത്രീകരിക്കുന്നത് തികച്ചും ശരിയായതല്ല, സത്യമല്ല. അത് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോയി അത് വളരെ ശാശ്വതമായിട്ട് അതിനൊരു പരിഹാരം നേടാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കുറഞ്ഞ ാനുള്ള ശ്രമം നടന്നു, പക്ഷെ അത് ഫലവത്തായില്ല. അത് ഞങ്ങളുടെ ഒരു പരാജയമായി കണക്കാക്കുന്നു എന്ന് വേണമെങ്കിൽ ഒന്ന് സ്വന്തം താല്പര്യത്തിന്റെ പുറത്ത് പറയാമായിരുന്നു. അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കോട്ടയം യൂണിറ്റിലെ അംഗവും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ ദീപൻ ചേട്ടനെ ഇവിടെ പൊന്നാട അറിയിച്ച് ആദരിച്ചതിന് കൊട്ടാരത്തിനാണ് തിരുവല്ല യൂണിറ്റ് ഉൾപ്പെടുന്നതാണ്. സൂചിപ്പിച്ചിട്ടുള്ള പുതിയതായിട്ട് ആരംഭിച്ച കോഴിക്കോട് യൂണിറ്റിന്റെ സെക്രട്ടറിയാണ്. ചർച്ചകളും പ്രമേയങ്ങളും എന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നും ഞാൻ വായിച്ചു. പല പോരായ്മകളും അതിന്റെ ഗുണങ്ങളും എല്ലാവരും പറഞ്ഞു. എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായിക്കണം. പൊതുസമ്മേളനത്തിന് ശേഷം ഉച്ചഭക്ഷണ സമയം.
ഉച്ചഭക്ഷണ ശേഷം അല്പം വിശ്രമവും കുശലാന്വേഷണവും. തിരുവല്ല യൂണിറ്റിലെ വനിതകളും കുട്ടികളും പിലാത്ര യൂണിറ്റിലെ വനിതകളുടെ ഒരു സംഘഗാനം. വാർഷിക റിപ്പോർട്ടിനെ കുറിച്ചും കണക്കിനെ കുറിച്ചും ഒരുപാട് ചർച്ചകളൊക്കെ നടന്നെങ്കിലും പ്രധാനമായിട്ട് ഇവിടെ വെച്ച് മീറ്റിംഗ് കൂടാനും കീഴ്വായ്പൂർ ഇളമിലെ കോവിലം കുടുംബാംഗങ്ങളുടെ റിയാക്റ്റിലേക്കുള്ള സംഭാവന. ചെന്നിത്തല ശ്രീവിഹാറിൽ ശ്രീമതി രമാദേവി റിയാക്റ്റിലേക്ക് സംഭാവന നൽകുന്നു. റിയാക്റ്റിലേക്ക് പിലാത്ര യൂണിറ്റിന്റെ സംഭാവന. തിരുവല്ല വനിതാ വിഭാഗം റിയാക്റ്റിലേക്ക് സംഭാവന നൽകുന്നു. യൂണിറ്റിലെ വനിതാ വിഭാഗം പാണർകളിയുടെ പാട്ടും തുടി കൊട്ടും ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികൾ ആരംഭിച്ചു. ഹരേ ദേവ മഹാദേവ സദാശിവ മഹാശൈലാധിപരിഞ്ഞെ ശ്രീമതി രാധാഭായ് തമ്പുരാട്ടി, ശ്രീ മഞ്ജുകുമാർ വർമ്മ പൊന്നാട അണിച്ച് തിരുവാതിര വെള്ളാരപ്പള്ളി യൂണിറ്റ്. തിരുവനന്തപുരം യൂണിറ്റിന്റെ തിരുവാതിരകളി. ധീരനായ ചെന്താമര കണ്ണാരുള്ളൂ കരഞ്ഞിട്ടുള്ളൂ. മാരലാവണ്യ നാരി മനോഹരിതാരുണ്യ ജയ ജയ ഭൂരികാരുണ്യ വന്നിടുക ചാരത്തിയ പാരിൽ തോമേളത്തോളാളുത്തര സാരസ്യ മോഹിനിയാട്ടം. ഈവനിംഗ് ടീ ടൈം. ചെമ്പ്രോൽ കൊട്ടാരത്തിൽ ലൈബ്രറി തുറങ്ങുന്നതിന്റെ ഭാഗമായുള്ള പുസ്തക ശേഖരണം. കേരള നടനം. ഭരതനാട്യം. അക്ഷരശ്ലോകം. കണികകളുതിരും പെറ്റതായിന്റെ നീറ്റം താരുൽ തൻവീ കടാക്ഷാഞ്ജല
മധുപകുലാരാമരാമാജനാനാം നീരിൽ താർവാണ വൈരാകര നികരതമോ മണ്ഡലി ചണ്ഡഭാനോ കണ്ണിലും നിറനലും ചന്ദ്രൻ ചിരത്തിങ്കലും ചേരും പാമ്പ് കരുത്തലും ചെറുപുലിത്തോൽ നല്ല രക്കത്തിലും സിന്ദൂരാരുണ വിഗ്രഹം വിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരാം സ്മിതമുഖീ മാവീനവക്ഷോരുഹ പാലിക്കാനായി ഭുവനമഖിലം ഭൂതലേ ജാതനായ കാലിക്കുട്ടം കലിത കുതുകം കത്ത കണ്ണന്നു ഭക്യ. സമ്മേളനം കഴിഞ്ഞുള്ള മഴ ഐശ്വര്യ സൂചകമാണ്. ഇനി ഒരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.